സഞ്ചാരം ട്രാവൽ ക്ലബിന്റെ 75ാമത്തെ ഇവന്റായ കാന്തല്ലൂരിലേക്കാണ് ഈ യാത്ര. അതിനായി രാത്രി 10 മണിയോടുകൂടി സനിതയും കൂടെ കൂട്ടി തിരുവനന്തപുരത്ത് നിന്നും ഞാൻ യാത്ര തുടങ്ങി. ആദ്യം പോകേണ്ടത് കൊല്ലത്തുള്ള അഫ്സലിന്റെ വീട്ടിലേക്കാണ്. ഏതാണ്ട് 12 മണിയോടുകൂടി അഫ്സലിന്റെ വീട്ടിലെത്തിയ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത ശേഷം വെളുപ്പിന് 5 മണിയോടുകൂടി കാന്തല്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും വരുന്നവർക്കുള്ള മീറ്റിംഗ് പോയിന്റായ കൊട്ടാരക്കരയിൽ കാത്തു നിൽക്കുമ്പോഴാണ് അഫ്സലിന്റെ മൂത്താപ്പായുടെയും സുഹൃത്തിന്റെയും വരവ്. നമ്മളോടൊപ്പം കാന്തല്ലൂരിലെ കാഴ്ചകൾ കാണാൻ വന്നതാണ്. പുള്ളിക്ക് സ്റ്റേയും ട്രക്കിങ്ങും ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി കേരളത്തിലെ 14 ജില്ലകളിൽ ചുറ്റിക്കറങ്ങിയ ആളുകൂടിയാണ് ഇദ്ദേഹം. അല്പസമയത്തിന് ശേഷം പ്രേംലാൽ കൂടിയായതോടുകൂടി അടുത്ത മീറ്റിംഗ് പോയിന്റായ അടൂരിൽ നിന്നും ജിത്തുവിനെയും അലനെയും കണ്ടുകിട്ടിയതോടെ വീണ്ടും യാത്ര തുടങ്ങി. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലധികം തിരക്കുകളൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതേയില്ല. കുറച്ചു നേരത്തെ റൈഡിന് ശേഷം പത്തനംതിട്ടയിലെ പതിവ് ചായക്കടയിൽ കയറിയപ്പോഴേക്കും ജോസി സാം ആൻഡ് ഫാമിലി കൂടി ജോയിൻ ആയി. ഇവിടെ നിന്ന് ഓരോ ചായയും കുടിച്ച ശേഷം അടുത്ത മീറ്റിംഗ് ലൊക്കേഷനായ കോട്ടയത്തേക്ക്. തിരുവനന്തപുരത്ത് നിന്നും 330 കിലോമീറ്റർ ദൂരമാണ് കാന്തല്ലൂരിലേക്കുള്ളത്. ഏതാണ്ട് 10 മണിക്കൂർ ദൈർഘ്യം വരുന്ന യാത്ര. അതുകൊണ്ട് തന്നെ വഴിയിലെ മീറ്റിംഗ് പോയിന്റുകളിൽ അല്പസമയം വിശ്രമിച്ച ശേഷം മാത്രമാണ് യാത്ര തുടരുന്നത്. വഴിയിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള അല്പസമയത്തെ റൈഡിന് ശേഷം കോട്ടയത്തെത്തിയ ഞങ്ങൾക്ക് സോജയെയും കണ്ടുകിട്ടി. STCയുടെ കഴിഞ്ഞ ഇവന്റുകളിൽ ഒട്ടുമിക്കവരും പങ്കെടുത്തിട്ടുള്ളതിനാൽ തന്നെ പുതുതായി ചുരുക്കം ചിലരെ മാത്രമേ ഞങ്ങൾക്ക് പരിചയപ്പെടാനുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് കാന്തല്ലൂരിലേക്ക് 183 കിലോമീറ്റർ ദൂരവും 6 മണിക്കൂർ ദൈർഘ്യവുമാണുള്ളത്. യാത്രക്കിടയിൽ സോജോ കാണിച്ചു തന്ന ബോർഡാണിത്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പുഞ്ചിറയിലെത്താം. പിന്നീടൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്കായില്ല. നേരെ കോട്ടയത്തിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനായ ഇലവീഴ പുഞ്ചിറയിലേക്ക്. മനോഹരമായ റോഡും ഹെയർപിൻ ബെൻഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും നിറഞ്ഞ വഴിയാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഈ വഴി മുന്നോട്ട് വന്നപ്പോൾ ഇലവീഴ പുഞ്ചിറ തടാകം എന്ന ബോർഡ് കണ്ട് വണ്ടി നിർത്തിയതാണ്. ചെറിയൊരു ഓഫ് റോഡ് യാത്രയാണ് മുന്നോട്ടുള്ള വഴി. അത്യാവശ്യം വലിപ്പമുള്ള തടാകമാണ് ഇവിടെയുള്ളത്. കുറച്ചു സമയം ഇവിടെ ചെലവഴിച്ച ഞങ്ങൾ ഇവിടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് നേരെ ഇലവീഴ പുഞ്ചിറയിലേക്ക്. ഇവിടെയും കുറച്ചു ദൂരത്തെ ഓഫ് റോഡ് യാത്രയാണുള്ളത്. അതിനുശേഷം കുറച്ചു ദൂരം ട്രക്ക് ചെയ്ത് വേണം മുകളിലേക്ക് എത്താൻ. ഓഫ് റോഡ് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുമാകാം. അല്പസമയത്തെ നടത്തത്തിനൊടുവിൽ മുകളിലെത്തി കാഴ്ചകളും ആസ്വദിച്ച് നിൽക്കുമ്പോൾ സമയം കടന്നു പോകുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പൊതുവെ ചൂട് കാലാവസ്ഥയാണെങ്കിൽ പോലും ഇവിടത്തെ കാറ്റിൽ ഞങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടതുമില്ല. കോട്ടയം ജില്ലയുടെ മനോഹരമായ വ്യൂ നമുക്കിവിടെ നിന്നാൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലവീഴ പുഞ്ചിറ എന്ന മലയാള ചിത്രത്തിൽ ഇവിടത്തെ ഭംഗി എടുത്തു കാട്ടുന്നുമുണ്ട്. കുറച്ചു സമയം ഇവിടെ ചെലവഴിച്ച ശേഷം ഇവന്റിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടതാണ്. നന്നേ അപകടം പിടിച്ച യാത്രയാണെങ്കിൽ കൂടി സാഹചര്യത്തെ ഓർത്തു ഞങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം ജീവിതം എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. രാവിലത്തെ ഫുഡ് കഴിക്കാത്തതിനാൽ തന്നെ വിശപ്പിന്റെ വിളിയെത്തിയതോടെ വഴിയിൽ കണ്ട ഹോട്ടലിൽ ഞങ്ങൾ കയറി. ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാനായി ഓർഡർ ചെയ്തത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടേസ്റ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അടുത്ത യാത്രയിൽ ഞങ്ങൾ ഈ ഹോട്ടൽ വിട്ടുപോകുകയല്ലെന്ന് മനസ്സിലോർത്തു വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഇവിടുന്ന് നേരെ അടിമാലിയിലേക്കാണ്. അടിമാലിയിൽ നിന്നും നേരെ മൂന്നാർ ടൗൺ. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ മൂന്നാറിലേക്കുള്ള വഴിയിലെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. ചൂട് കാലാവസ്ഥയായതിനാൽ തന്നെ വെള്ളം ഒട്ടും തന്നെ ഇല്ല. എന്നാൽ കൂടിയും യാത്രാ വഴിയിൽ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചൊരു യാത്ര മൂന്നാർ ടൗണിന് സമീപം കണ്ടതാണ്. നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികൾ കൊണ്ട് ഏതോ കലാകാരൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കലാകാരന്റെ ഈ കഴിവ് അപാരം തന്നെ. കുറച്ചു സമയത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ടൗണിൽ നിന്നും 39 കിലോമീറ്റർ മാറി ആനക്കോട്ടുപാറ പാർക്കിലാണ് ഇനി പോകേണ്ടത്. അവിടെയാണ് ഈ യാത്രയുടെ മീറ്റിംഗ് പോയിന്റായി വെച്ചിട്ടുള്ളത്. മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇരുവശത്തെ തേയിലത്തോട്ടങ്ങളും ദൂരെ നിൽക്കുന്ന മലനിരകളും ചെറിയ അരുവികളും ഏതൊരു സഞ്ചാരിയെയും കൂടുതൽ തവണ ഇവിടെ എത്താൻ പ്രേരിപ്പിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ചൂട് കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ദൂരെ നിൽക്കുന്ന മലകളെയും ആ മലകളെ തൊട്ടുരുമി പോകുന്ന മേഘപാളികളെയും വ്യക്തമായി കാണുവാൻ നമുക്ക് സാധിക്കും. നന്നേ വീതി കുറഞ്ഞ റോഡുകളായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചു സമയത്ത് റൈഡിന് ശേഷം ഇരുവശത്തെയും തേയിലത്തോട്ടങ്ങൾ മാറി പകരം ഫോറസ്റ്റ് റൂട്ടായ ചന്ദനക്കാടുകൾക്കിടയിലൂടെയായി ഞങ്ങളുടെ യാത്ര. ഈ യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെ നേരിൽ കാണുവാനും നമുക്ക് സാധിക്കും. അല്പസമയത്തിന് ശേഷം കാന്തല്ലൂരിന് തൊട്ടു മുമ്പേയുള്ള മറയൂർ ടൗണിൽ ഞങ്ങളെത്തി. ഇനി നേരെ ആനക്കോട്ടുപാറയിലേക്ക്. ചെറിയ ഗ്രാമങ്ങൾക്കുള്ളിലൂടെയാണ് ഇനിയുള്ള യാത്ര. വീണ്ടും മനോഹരമായ കാഴ്ചകളും കണ്ടുള്ള യാത്ര മീറ്റിംഗ് പോയിന്റിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. നേരത്തെ തന്നെ ഇവന്റിൽ പങ്കെടുക്കാൻ എത്തുന്നവർ മീറ്റിംഗ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി വരുന്നവർക്കായുള്ള കാത്തിരിപ്പാണ്. മൂന്നാറിലെ ബ്ലോക്കിനിടയിൽ പലരും കുരുങ്ങിയത് കൊണ്ട് തന്നെ അവർക്കുള്ള സ്റ്റേ ലൊക്കേഷനും അയച്ചു കൊടുത്ത ശേഷം ഞങ്ങൾ നേരെ കാന്തല്ലൂരിലേക്ക്. കാന്തല്ലൂരിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് സ്റ്റേ ലൊക്കേഷനായ ഏദൻ വാലിയിലേക്ക്. സ്റ്റേയുടെ മുന്നിൽ തന്നെ വണ്ടിയും പാർക്ക് ചെയ്ത് എല്ലാവരുടെയും ലഗേജും റൂമിൽ സേഫാക്കി വെച്ച ശേഷം ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും ബ്ലോക്കിൽ കുരുങ്ങിയവരും എത്തിക്കഴിഞ്ഞിരുന്നു. 5 മണിയോടുകൂടി സ്റ്റേ ലൊക്കേഷനിൽ നിന്നും 3 കിലോമീറ്റർ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക്. ഇടുങ്ങിയ വഴികളിലൂടെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഭ്രമരം വ്യൂ പോയിന്റിന്റെ പാർക്കിംഗ് സെക്ഷനിൽ ഞങ്ങളെത്തി. ഇവിടെ വണ്ടിയും പാർക്ക് ചെയ്ത ശേഷം 20 രൂപ ടിക്കറ്റും എടുത്ത് വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ. കുറച്ചൊന്ന് ട്രക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഏർമാടം കാണുന്നത്.
എന്നാൽ തിരികെ വരുമ്പോൾ കയറാമെന്നോർത്ത് നേരെ വ്യൂ പോയിന്റിലേക്ക്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ ഇതുപോലുള്ള ഹട്ടുകളും ഇവിടെ ധാരാളമുണ്ട്. കുറച്ചു നേരത്തെ നടത്തത്തിനൊടുവിൽ വ്യൂ പോയിന്റിലെത്തിയ ഞങ്ങൾ കുറച്ചു സമയം ഇവിടെ തന്നെ ചിലവഴിച്ചു. ഈ കാണുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ സൂര്യാസ്തമയം സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന ഒന്നാണ്. കൂടാതെ ഭ്രമരം എന്ന മലയാള സിനിമയിൽ മോഹൻലാൽ ജീപ്പിൽ ഓഫ് റോഡ് ചെയ്യുന്ന സീൻ ചിത്രീകരിച്ച ലൊക്കേഷൻ കൂടിയാണ്. അതുകൊണ്ടാകാം ഈ സ്ഥലത്തിന് ഭ്രമരം എന്ന പേര് വരാൻ കാരണം. ദൂരെ നിൽക്കുന്ന മലകളും തമിഴ്നാടിന്റെ മനോഹാരിതയും കണ്ടു തിരികെ നടക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഞങ്ങളെ ക്ഷണിക്കുന്നത്. കുടിലാണെന്ന് കരുതി അതിനകത്ത് കയറിയ ഞങ്ങൾക്ക് തെറ്റി. കച്ചവടമാണ്. പുൽത്തൈലവും തേനും ഹെയർ ഓയിലും അങ്ങനെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായുണ്ട്. സ്വന്തമായി ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെയും തയ്യാറാക്കാനുള്ള സാധനങ്ങളും ഇവിടെ തന്നെ നമുക്ക് കാണാം. എല്ലാവരും എല്ലാം നോക്കിയിരുന്നെങ്കിലും ആരും ഒന്നും വാങ്ങിക്കണ്ടില്ല. ശേഷം നേരെ ഏറുമാടത്തിലേക്ക്. ഇവിടെ ഒരേ സമയം 7 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഇതിന് കാരണം മുകളിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓരോ കാറ്റിലും ആടി ഉലയുന്നത് കൊണ്ട് തന്നെ അധിക സമയം ഞങ്ങൾക്കിവിടെ നിൽക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും കുറച്ചു സമയം ഇവിടെ നിന്നും ചുറ്റിലുമുള്ള കാഴ്ചകളും കണ്ടു നേരം ഇരുട്ടായതോടുകൂടി ക്യാമ്പ് സൈറ്റിലേക്ക് 7:30 ക്യാമ്പിലേക്ക് എത്തിയ ഞങ്ങൾക്ക് കിഡിലൻ ആംബിയൻസിൽ ഒരു ചൂട് ചായയും പഴംപൊരിയും കുറച്ച് സ്നാക്സും കൂടിയായപ്പോൾ സംഗതി ഉഷാറായി തോന്നി. ക്യാമ്പ് സൈറ്റിലെ രാത്രിയിലെ വൈബ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നോർമൽ ഒരു ടെന്റ് സ്റ്റേ പ്രതീക്ഷിച്ചു ചെന്ന ഞങ്ങൾക്ക് മുന്നിൽ മുഴുവൻ LED ലാമ്പുകളും LED സ്ട്രിപ്പുകളും നിറഞ്ഞപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയിലേക്കാണ് ഞങ്ങളായത്. ഈ വൈബൊക്കെ ആസ്വദിച്ച ശേഷം 8 മണിയോടുകൂടി ഞങ്ങൾ ക്യാമ്പ് ഫയറിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റും കൂടിയതോടെ സ്വയം പരിചയപ്പെടുത്തിയും തമാശകൾ പറഞ്ഞും റൈഡിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചും പലരും സൗഹൃദത്തിലായി. പല ജില്ലകളിൽ നിന്നും പങ്കെടുത്തിട്ടുള്ളവർ വളരെ അടുത്ത സുഹൃത്തുക്കളാകുന്ന നിമിഷം. എല്ലാവരുമായി സൗഹൃദം പങ്കിടുമ്പോഴേക്കും 9 മണിയോടുകൂടി നമുക്കായുള്ള ഡിന്നർ എത്തിക്കഴിഞ്ഞിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും സലാഡും കൂട്ടത്തിലൊരു ചൂട് സുലൈമാനിയും. നന്നേ വിശപ്പുള്ളത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ഡിന്നറും കഴിച്ചു വീണ്ടും ക്യാമ്പ് ഫയറിന് ചുറ്റും എല്ലാവരും കൂടി. അപ്പോഴേക്കുമാണ് ക്യാമ്പ് ഓണറിന്റെ വകയൊരു സർപ്രൈസ് വരുന്നത്. കുറച്ചധികം പടക്കങ്ങളും കമ്പിത്തിരികളും പൂത്തിരികളും. ഇത് കണ്ടതോടെ പടക്കങ്ങൾ എന്നും ഒരു വീക്ക്നെസ്സായ വരുണിന് ആവേശമായി. മാലപ്പടക്കത്തിന് വരുൺ തിരികൊളുത്തി തുടക്കമിട്ടതോടുകൂടി എല്ലാവരും പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെയായി ആഘോഷം തുടങ്ങി. ക്യാമ്പിലെ ലൈറ്റ് സെറ്റിംഗും പൂത്തിരിയുടെ പവറും ഒക്കെ ആയപ്പോൾ ഉറക്കക്ഷീണം ഞങ്ങൾ അറിഞ്ഞതേയില്ല. ഇതിനിടയിൽ സിനു ഒരു റോക്കറ്റ് വിട്ടതാണ്. പണി പാളി. മുകളിലേക്ക് പോകേണ്ട റോക്കറ്റ് നേരെ പോയത് ഷെരീഫിനെ ലക്ഷ്യമാക്കിയായിരുന്നു. പിന്നീടുള്ള ഒന്നുപോലും പാളിയില്ല. ഏതാണ്ട് 1 മണിക്കൂറോളം ഇങ്ങനെ ചിലവഴിച്ച ശേഷം തണുപ്പിന്റെ കാഠിന്യം കൊണ്ട് തന്നെ പൊട്ടാത്ത പടക്കങ്ങൾ ക്യാമ്പ് ഫയർ കൂട്ടിയ തീയിലേക്ക് മുട്ട ശേഷം വീണ്ടും ക്യാമ്പ് ഫയറിന് ചുറ്റും കൂടി. ഇവിടെ പാട്ടും ഡാൻസും അന്താക്ഷരിയും ഒക്കെയായി ചിലവിട്ട ശേഷം 1 മണിയോടുകൂടി ഗുഡ് നൈറ്റും പറഞ്ഞു ടെന്റിലേക്ക്. പിറ്റേന്ന് രാവിലെ 7 മണിയോടുകൂടി ഉറക്കമുണർന്ന ഞങ്ങൾ ബെഡ് കോഫിക്ക് ശേഷം 8 മണിയോടുകൂടി വണ്ടിയും എടുത്ത് ക്യാമ്പ് സൈറ്റിൽ നിന്നും 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കാന്തല്ലൂർ വാട്ടർഫാൾസിലേക്കുള്ള യാത്ര തുടങ്ങി. സാധാരണ STCയുടെ ഇവന്റുകളിൽ അതിരാവിലെ സൺറൈസ് ട്രെക്കിംഗ് ആണെങ്കിൽ മൂന്നാറിന്റെ താഴ്വാരം എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ സൂര്യൻ ഉദിച്ചു കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സൂര്യനെ നമുക്ക് കണ്ടുകിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാട്ടർഫോൾ എന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇടുങ്ങിയ വഴികളിലൂടെയാണ് ഇനിയുള്ള യാത്ര. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരു വ്യൂ പോയിന്റോട് കൂടിയുള്ള എൻഡിങ്ങിൽ ഞങ്ങളെത്തി. ഇവിടെ തന്നെ വണ്ടിയും പാർക്ക് ചെയ്തു ഇവിടെ നിന്ന് കാഴ്ചകളും കണ്ടതിന് ശേഷം വാട്ടർഫോൾ ലക്ഷ്യമാക്കി നടത്തം തുടങ്ങി. കുത്തനെയുള്ള ഇറക്കവും ഇറങ്ങി വേണം വാട്ടർഫോളിലേക്ക് എത്താൻ. ഇവൻ മുകളിൽ നിന്നും ഞങ്ങളോടൊപ്പം താഴേക്ക് ഇറങ്ങാൻ കൂടെ കൂടിയതാണ്. നൃത്തം ചെയ്തും കഥ പറഞ്ഞും വിശേഷങ്ങൾ പങ്കുവെച്ചുമുള്ള കുറച്ചു നേരത്തെ നടത്തത്തിനൊടുവിൽ ഒരു പാലത്തിനടുത്തെത്തിയ ഞങ്ങൾക്ക് പാലവും കടന്നു വേണം വാട്ടർഫോളിലേക്ക് എത്താൻ. പാലത്തിൽ കയറാൻ ഭയന്ന് നിന്ന സനിതയെ പ്രലോഭിപ്പിച്ചു പാലത്തിൽ കയറ്റി നടുക്ക് കൊണ്ടുവന്ന ശേഷം പേടിപ്പിക്കുന്നതാണ്. ഈ കാണുന്നതാണ് കാന്തല്ലൂർ വാട്ടർഫോൾസ്. വെള്ളത്തിന്റെ തണുപ്പ് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പലരും മടിച്ചു നിന്നെങ്കിലും അഫ്സലും സോജോയും ഗ്യാങ്ങായി വെള്ളത്തിൽ ചാടിയതിനു ശേഷം ഓരോരുത്തരായി വെള്ളത്തിൽ ചാടിച്ചു. തണുത്ത വെള്ളത്തിൽ ആഘോഷിച്ചൊരു കുളിയും പാസാക്കിയ ശേഷം എല്ലാവരും ചേർന്നൊരു ഫോട്ടോയും എടുത്തു തിരികെ മുകളിലേക്ക്. ഇനി നേരെ ക്യാമ്പിലേക്കാണ്. ക്യാമ്പിലെത്തി എല്ലാവരും ഫ്രഷായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എത്തി. ബ്രേക്ക്ഫാസ്റ്റായി അത്യാവശ്യം വലിപ്പമുള്ള ദോശയും സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടുകൂടി അടുത്ത കറക്കത്തിനായി ഞങ്ങൾ ഇറങ്ങി. ഇനിയുള്ളത് സ്ട്രോബെറി ഫാം വിസിറ്റ് ആണ്. കാന്തല്ലൂരിലെ തന്നെ മികച്ച ഫാമുകളിലൊന്നായ ഉർവാര ഫാം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഗ്രാമങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണ് ഫാമിലേക്കുള്ളത്. എന്നാൽ ദുർഘടം പിടിച്ച വഴികളും. കാന്തല്ലൂരിലെ ഒട്ടുമിക്ക വഴികളും ഓഫ് റോഡ് യാത്രയുടെ അനുഭൂതിയാണ് നൽകുന്നത്. കുറച്ചു വ്യൂ പോയിന്റുകളും കണ്ടു കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഉർവര എന്ന ഫാമിലെത്തി. ഏക്കറുകളോളം വിസ്തീർണമുള്ള ഫാമാണിത്. പോരാത്തതിന് ആംബിയൻസും കാഴ്ചകളും. സ്ട്രോബെറിയുടെ വ്യത്യസ്തമായ വിഭവങ്ങൾ ഇവിടെ കച്ചവടവുമുണ്ട്. കൂടാതെ വിശ്രമിക്കാനുള്ള ഇടങ്ങളും ഇവർ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നടന്നു വേണം സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകാൻ. താഴേക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതാണ്.
ഇവിടെ വന്നാൽ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകുന്നവർ ഉണ്ടാകുമോ? ഇതുപോലെ വ്യത്യസ്തമായ പല സ്പോട്ടുകളും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു അർത്ഥത്തിൽ ഇതൊരു ബിസിനസ് തന്ത്രം കൂടിയാണ്, സഞ്ചാരികളെ ബോറടിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രം. ഇവിടെ നിന്നു ട്രെൻഡിങ് ആയ ഒരു റീലും എടുത്ത ശേഷം തിരികെ ക്യാമ്പ് സൈറ്റിലേക്ക്. ക്യാമ്പിലെത്തിയ ഞങ്ങൾ തിരികെ മടങ്ങാനുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുമ്പോഴാണ് ഉച്ചഭക്ഷണമായി ചിക്കൻ ബിരിയാണി എത്തുന്നത്. ഒരുമിച്ചിരുന്ന് കഥകളും പറഞ്ഞു ഭക്ഷണവും കഴിച്ച ശേഷം 2:30 അടുത്ത ഇവന്റിൽ നേരിൽ കാണാമെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവരോടും വിട പറഞ്ഞു. ഈ ക്യാമ്പ് സൈറ്റിന്റെ കുറച്ച് വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പ് സൈറ്റിൽ കുറഞ്ഞ നിരക്കിൽ താമസിക്കുന്നത് വേണ്ടി നമ്പർ താഴെ കൊടുത്തിട്ടുള്ളതാണ്. വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം വരാവുന്നതാണ്. ഇനി ഇവിടുന്ന് 330 കിലോമീറ്റർ ദൂരവും 11 മണിക്കൂർ ദൈർഘ്യവും വരുന്ന യാത്രയാണ് തിരുവനന്തപുരത്തേക്കുള്ളത്. 3 മണിയോടുകൂടി സ്വന്തം സ്ഥലമായ തിരുവനന്തപുരം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കുറച്ച് ഓർമ്മകളും നല്ല സൗഹൃദങ്ങളുമായി ജീവിത തിരക്കുകളിലേക്കൊരു മടക്കയാത്ര.